സാധനങ്ങളും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനും അത് വിതരണം ചെയ്യുവാനും അദ്ദേഹത്തോളം അനുയോജ്യനായ മറ്റൊരാളില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ സജിത്ത് പ്രാഞ്ചിയേട്ടൻ എന്ന് വിളിക്കുന്ന സജിത്താണ് ആ കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സംഗമം വിജയിപ്പിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കൾക്കും സീനിയറായിട്ടുള്ള, ഇപ്പോൾ ചന്ദ്രശേഖരൻ സാറിനെ പോലെ സീനിയറായിട്ടുള്ള അംഗങ്ങൾ, അതുപോലെ മുൻകാലങ്ങളിൽ ഏറ്റവും സജീവമായി നിൽക്കുകയും അഡ്മിൻ തലത്തിൽ വരെ പ്രവർത്തിച്ചിട്ടുള്ള സുമേഷ് ചുങ്കേട്ടൻ തുടങ്ങി ഇനി നമ്മൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നത് ഔചിത്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് മുഴുവൻ പേരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ സംഗമത്തിന്റെ വിജയത്തിനായും അതുപോലെ തന്നെ നമ്മളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും അകമഴിഞ്ഞ് സംഭാവന നൽകിയിട്ടുള്ള, സഹകരിച്ചിട്ടുള്ള, ഇപ്പോഴും ഓൺലൈനിലൂടെ നമ്മളുടെ ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള നമ്മുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഈ സമ്മേളനത്തിൽ അവർക്ക് സജീവമായി പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ ഈ സാന്നിധ്യത്തെ നമ്മൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംഘം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ശ്രീഹരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആന്റണി ചേട്ടൻ, സൈറ്റ് അഡ്മിൻ രതീഷ്, അതേപോലെ തന്നെ സുഹൃത്ത്, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സംഗമം സംഘടിപ്പിച്ച നമ്മുടെ ഈ സ്വാഗത സംഘത്തിന്റെ കരുത്തനായ സാരഥി ശ്രീ രാജ്കുമാർ, അതേപോലെ മറ്റ് സബ് കമ്മിറ്റി ഭാരവാഹികളെ, സബ് കമ്മിറ്റി സപ്പോർട്ടിംഗ് ടീമുകളെ, എന്റെ പ്രവാസി സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ എന്റെ ചേട്ടന്മാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, അനിയന്മാരെ വിട്ടുപോയി. ഇത് ഔപചാരികമായി ഇനി ഞാൻ എന്റെ ഇതിലേക്ക് ഇനി ഞാൻ വരാം. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തെന്ന് ഇവര് പറയും. എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം തന്നിട്ട് ഇതുപോലൊരു രീതിയിൽ ഞാൻ തുടങ്ങിയില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആരെങ്കിലും ഇടും, കമന്റ് ഇടും, ഇത്രയും ഒരു വേദിയിൽ ചാത്തൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു ഔപചാരികമായി ഞാൻ തുടങ്ങിയതാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഉദ്ഘാടനം എന്നെ രാജകുമാർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ സത്യമായിട്ട് ഞാനത് നിരസിച്ചതാണ്. എന്താ വെച്ചാല് എനിക്കിപ്പോ ഞാനോ രതീഷോ അല്ലെങ്കിൽ രാജകുമാറോ ഞാൻ പറഞ്ഞാണ് നമുക്കൊരു കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പോലെ ആൾക്കാരെ ഇടുന്നൊരു നറുക്കിട്ട് ഇത് ചെയ്യാം. അപ്പൊ രാജകുമാർ പറഞ്ഞു അത് ചിലപ്പോ പുതിയ ആൾക്കാണ് അത് വീണതെങ്കിൽ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാനോ സൈറ്റിനെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയാനോ പറ്റില്ല. ചാത്തനാണെങ്കിൽ അത് കുറച്ച് വിശദമായി പറയും. പിന്നീടും സ്വാഗത സംഘവും അഡ്മിനും കൂടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ എന്നാ ചെയ്യാം, നല്ലൊരു കാര്യമല്ലേ. പിന്നെ സുഹൃത്തിനെ കുറിച്ച് പറയാൻ, സുഹൃത്ത് ഇപ്പോ പണ്ട് മീൻസ് ഇപ്പൊ ഞാൻ വന്നത് ഏകദേശം 2010 2009 സുഹൃത്ത് സ്റ്റാർട്ട് ചെയ്തത്. 2010 തന്നെ നമ്മളൊക്കെ വരുന്ന ടൈമിൽ ഞാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ തന്നെ ചുരുക്കം ആൾക്കാർ മാത്രമേ പരസ്പരം ബന്ധപ്പെടാറുള്ളൂ. ചുരുക്കം ഏകദേശം നമ്മുടെ ഈ 2 കയ്യിൽ എണ്ണാൻ പറ്റുന്ന, ആ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രം. കുറച്ച് ആൾക്കാർ രതീഷിനെ വിളിക്കും, അവരങ്ങോട്ട് വിളിക്കും, പിന്നെ കുറച്ച് അടുത്ത് വരുന്നവർ. ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ മെയ് 26 ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മബന്ധം എത്രത്തോളം വളർന്നു എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആനന്ദേട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് ഒരു ദിവസം ഇന്ന് രാത്രി കയറി, ഇന്ന് രാവിലെ എത്തി, ഇന്ന് രാത്രി കയറി, നാളെ രാവിലെ അവിടെ പോയി ജോലിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിന്റെ സൗഹൃദത്തിന്റെ ആത്മബന്ധത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് എനിക്ക് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയില്ല.
ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം വരുമ്പോ എന്നോട് ചോദിച്ചിരുന്നു, കഴിഞ്ഞ വർഷം ഞാൻ സെപ്റ്റംബറിൽ ചോദിച്ചിരുന്നു, നിനക്കെന്താ ഭ്രാന്തോ? ഞാൻ ചോദിക്കുക, രമ്യയുടെ ചോദിക്കും, അവള് തന്നെ എന്നോട് ചോദിച്ചതാണ്. അതിന് ഞാൻ കണ്ട പരിഹാരമാണ് അവൾക്ക് സുഹൃത്ത് ഞാൻ ഒരു അംഗത്തെ എടുത്തു കൊടുത്തു. എന്താണ് സുഹൃത്ത് നടക്കുന്നത്, എങ്ങനെയാണ് സുഹൃത്തിന്റെ ആത്മബന്ധം, എങ്ങനെയാണ് നമ്മൾ അവിടെ പെരുമാറുന്നത്, അത് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നീട് എന്നെക്കാളും മുന്നിൽ അവൾ അവിടെ ചർച്ചയിലാണ് എല്ലാം നിൽക്കുന്നത്. ഇപ്പൊ ഞാനിത് കഴിഞ്ഞ കുഞ്ഞ് ചെറുതല്ല, നീ എന്റെ കൂടെ വരണ്ട, ഞാൻ പൊക്കോളാം, എനിക്ക് 8 SMS എന്റെ ഫോണിൽ ഒക്കെ ഉണ്ട്, ഞാനും വരുന്നു, കുഞ്ഞിനെ നമുക്ക് എങ്ങനെ നോക്കി, എനിക്ക് വരണമെന്ന് പറഞ്ഞാൽ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് ആരാ ഇതിൽ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ഒന്നും അല്ലെങ്കിൽ എല്ലാവരും അളക്കുന്നുണ്ട്. ബാക്കിയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇപ്പൊ എത്രയോ ഉണ്ട്, പോലെ എത്രയോ ഉണ്ട്. ഞാനും കുറെ അംഗത്വമുണ്ട്. ഞാൻ എവിടെയും കാണാത്ത ഒരു ആത്മബന്ധം ശരിക്കും നമ്മുടെ അത് എന്തുകൊണ്ട് അത് നമ്മുടെ അംഗങ്ങൾ കഴിവല്ല, എന്തോ ഇത് ഏകദേശം തുടങ്ങി വെച്ച ടൈമിന്റെ ഇതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര കൂടെ ഏകദേശം തുടങ്ങുന്നതിന് മുമ്പും ഉണ്ടായ സൈറ്റുകളുണ്ട്. ആകെ ഉള്ളത് 9 പേര് ഓൺലൈനിൽ, 9 പേര് 10 പേര്. അത് ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. പക്ഷെ ഇവിടെ ഒരാൾ കൈത്താങ്ങായി. അത് ഇപ്പോ നമ്മളെ സൗദിയിലെ അലിന്റെ ഒരു അവസ്ഥ, അലിക്കൊരു സഹായം വന്നപ്പോ ആരുണ്ടായിരുന്നു? അവന്റെ ബന്ധുക്കളുണ്ടായിരുന്നില്ല, അവന്റെ നാട്ടുകാരുണ്ടായിരുന്നില്ല. നമ്മളെ സുഹൃത്തിലെ മെമ്പർമാർ 5-6 പേര് കൂടിയാണ് അവന്റെ വിഷമങ്ങളും അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അറിയുമ്പോൾ നമ്മളെ സൗഹൃദത്തിന്റെ അത് എന്താന്ന് എനിക്ക് പറഞ്ഞറിയിക്കേണ്ട അറിയില്ല. അതേപോലെ തന്നെ ഇപ്പൊ പറയാനുള്ള മജീഷ് ഹാരിസാണ്, കുറെ ഇതുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ തിരക്കുണ്ട്. മജീഷ് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ നമ്മുടെ സൈറ്റിൽ നമ്മളൊരു ഇത് കിട്ടി, ഇത് അംഗീകാരം കൊടുത്തില്ല പറഞ്ഞില്ല. ഞാൻ എന്നിട്ടാണ് രേഷു പറഞ്ഞ ഹാരിസ് ദാഹ ഒരു ഫാൻസ് അസോസിയേഷൻ നമ്മൾ രൂപപ്പെടുത്തണം. എന്നാൽ നമുക്ക് സുഹൃത്തിന്റെ കഴിഞ്ഞ ഡിസംബർ 8 നമ്മൾ ഏർപ്പെടുത്തിയ മുല്ലപ്പെരിയാർ ഇത് കരുതത്തിനോട് അനുബന്ധിച്ച് ഹാരിസ് ദാഹ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഇത് നടത്തിയിരുന്നു. പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ നമുക്ക് അവർ ആ മൂന്ന് മാത്രം അത് എന്തെങ്കിലും ഇടക്കുന്നിടും, അത് മൊത്തം ചെക്കിടും. പക്ഷെ ഇന്ന് ഡെയിലി ഓരോ ടിപ്പ്, അതാണ് അന്തമാഷ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ പേര് ചാതുന്നത്, ടിപ്പ് സുൽത്താൻ എന്നൊക്കെ. എന്താണ് ഓരോ ദിവസം ഓരോ ടിപ്പാണ്. ഇത് ഒരാൾ ചോദിക്കുക എവിടുന്ന ഇത് കിട്ടുന്നത്. അതല്ല, ഇയാൾ ഡെയിലി അത് മാഷാണ്. അയാളുടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. മാഷ് ക്ഷമിക്കണം, ഇയാളും എന്റെ നമ്മുടെ കാസർഗോഡ് ശൈലിയാണത്. ആ രീതിയിൽ അതിലേക്ക് ഈ സ്കൂൾ അവരിടയ്ക്ക് ആ തിരക്കിനിടയ്ക്ക് വന്ന് അതൊക്കെ പോസ്റ്റ് ചെയ്യുക, അതൊക്കെ സുഹൃത്തിനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നുള്ളതിന്റെ അറിവാണ്. അതുപോലെ കുറെ പേരുണ്ട്. ഒന്ന് സുമേഷ് കുമാർ ഇപ്പൊ കുറച്ചുനായിട്ട് തിരക്കായിട്ട് മാറി വന്നു. മുമ്പൊക്കെ സൈറ്റിന്റെ മെയിൻ നമ്മൾ ആ ഒരു വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ കഴിഞ്ഞ സംഗമം സുമേഷിന്റെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറെ പേര് ചർച്ചകൾ ഇട്ടുന്ന കമന്റുകളുണ്ട്, വഴിമാറി പോകും. ചിലപ്പോ 100 പോകുമ്പോൾ ഞാൻ 100 പ്രതികരിക്കും. അത് 100 എനിക്കറിയാം. 100 ഞാൻ എന്ത് പറഞ്ഞാൽ 100 അത് എങ്ങനെ എടുക്കുന്ന എനിക്കറിയാം. ബഷീർക്ക് എന്ത് പറഞ്ഞ് എങ്ങനെ എടുക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ചർച്ച നമ്മൾ പലതും പറയും. അത് നമ്മുടെ സൗഹൃദത്തിന് ഒരു ബന്ധമുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് മിക്ക ആൾക്കാരും ഒഴിഞ്ഞു നിൽക്കുന്നതും അങ്ങനെ ഒരു സംഭവത്തിന് അടിസ്ഥാനമാണ്. ഏതെങ്കിലും ചർച്ചയിൽ തമ്മിൽ അപ്പുറം കുറച്ചൊന്ന് ഉരസിയ അവിടെ നമ്മളോട് വൈരാഗ്യമാണ്. ചർച്ചയിൽ നോക്കുമ്പോൾ നമ്മുടെ വെറും അഭിപ്രായം മാത്രമാണ്. അല്ലാതെ ഞാനും നൂറയ്ക്കും ഞാൻ നന്ദമാഷമുള്ള ആ ഒരു സൗഹൃദത്തിന്റെ ആളുകളെ നമ്മളവിടെ ആക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് പോവാതെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ച് നമ്മളിപ്പോ സൈറ്റില് ഓരോ അംഗത്തെ വളർത്തുന്നു, ഓരോ ലീഡർമാരെയാണ് നമ്മൾ വളർത്തുന്നത്. ഓരോ ലീഡർമാരാണ്, ഓരോ ചാറ്റർമാരും ബാക്കി ഏത് ഇതായാലും. ഇപ്പൊ ഇന്നിവിടെ എത്തിയ ആകെ 40 പേര്. പക്ഷെ 40 പേരെ ഉള്ളൂ എന്നാണ്. ഈ 40 പേരും സുഹൃത്തിന്റെ ശരിക്കും നട്ടലാണ്. ഇന്നത്തെ സുഹൃത്ത് ഓടുന്നതിനും ഇന്ന് സുഹൃത്ത് സജീവമാവുന്നതിനും എല്ലാ കാരണവും ഇപ്പൊ ഇന്നലെ ചാറ്ററുകളായാലും ചർച്ച ആയാലും കമ്പ്യൂട്ടർ ഇപ്പൊ തന്നെ നിയാസിന്റെ അതിൽ തന്നെ ആ പയ്യൻ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ചാറ്റ് ചെയ്തുള്ളൂ. അഡ്മിൻ ചാറ്റ് ചെയ്തത് ചാറ്റ് റൂമിൽ മാത്രം ഒരു പയ്യനാണ്. ചാറ്റ് റൂം മാത്രം. പക്ഷെ എത്ര പേര് ശരിക്കും നമ്മൾ എത്ര പേര് ആ ചാറ്റ് റൂമിൽ നിന്ന് എത്ര പേര് അതിലേക്കുള്ള സഹായം എത്തിച്ചു എത്ര പേര് എത്തിച്ചു. ചാറ്റ് റൂമിൽ സ്ഥിരമായിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല. ഒരു സംഘടന നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇപ്പൊ നാളെ വേറാക്കി എന്തെങ്കിലും സംഭവിച്ചു നമുക്കൊരു
വട്ടം കയറി നിൽക്കരുത്. വട്ടം കയറിയിരിക്കുന്നത് അരിച്ചാട്ടാ ഒന്നും കാണാം യൂട്യൂബിൽ. എടാ നിക്കടാ, അല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള അടിച്ചക്കെ 5 എണ്ണം. എടീച്ച നല്ല സൈസ് ഉണ്ടാവും കേട്ടോ. ഞാൻ പോസ് ചെയ്തെടുക്കണം. രണ്ടാം സൗഹൃദ സമൂഹത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം വന്ന കുടുംബാംഗങ്ങൾക്കും ഒരു ഏറ്റവും പ്രത്യേക അഭിനന്ദനമാണ് ആദ്യം അറിയിക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ സംഗമം വളരെ ഭംഗിയായി നടത്തണമെന്ന് ആഗ്രഹിച്ച പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മളൊരു പ്രത്യേക അഭിനന്ദനം. ഞാൻ ഈ സൈറ്റ് തുടങ്ങിയപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭാവിയിലാവാന്നൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഹരി പറഞ്ഞ പോലെ ഒരു സൈറ്റ് ഉണ്ടാക്കി മറ്റുള്ള കൂട്ടുകാരുടെ മുമ്പിൽ ഒരു ജാട കാണിക്കാൻ വേണ്ടി തന്നെ കാണിച്ചാണെന്ന് പറയാം. പിന്നെ സൈറ്റിലേക്ക് തന്നെ തിരിച്ചു നോക്കുന്നത് ഏകദേശം ഒരു 7-8 മാസത്തിന് ശേഷം അന്നുണ്ടായിരുന്നത് 7000-ഓളം മെമ്പർമാരുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എന്നാൽ അതിൽ ഏകദേശം ഒരു 8-9 പേര് മാത്രമേ ആക്റ്റീവായിട്ട്, അതായത് ചാറ്റ് ഗ്രൂപ്പിൽ മാത്രം ആക്റ്റീവായ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുണ്ടായ ഒരു 2 വർഷക്കാലം കൊണ്ട് നമുക്ക് വളരെയധികം നല്ല സുഹൃത്തുക്കളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ വളരെയധികം മുന്നേറിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പല കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിലായാലും പിന്നെ നമുക്ക് നമ്മുടെ ചില സഹായിക്കാനും അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ നമുക്ക് സഹായിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭാവിയിലും ഇതിൽ കൂടുതൽ നമുക്ക് കഴിയണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടേതായ മറ്റുള്ള സുഹൃത്തുക്കളുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. അതിനൊരു നിങ്ങളെ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതുവരെ പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു മതത്തിനോ വേണ്ടിയിട്ട് ഒന്നും നമ്മൾ അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ എന്നൊരു ലെവൽ, അതാണ് നമ്മൾ എപ്പോഴും ഒന്ന് പോയടാ ആ മുഹൂർത്തത്തിൽ കൊണ്ടുണ്ടോ മാങ്ങാണ്ടി വനം ഒരു വനം പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അവിടെ കുഴിച്ച് കൊണ്ടുവരുന്ന പെണ്ണ് കാണാൻ, ഗുരുജിയുടെ പെണ്ണ് കാണാൻ. ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നിർവഹിച്ചോളൂ. ഉദ്ഘാടനമൊന്നുമില്ലേ? വെള്ളി വെളിച്ചം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചോളൂ.
ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആന്റണി ചായൻ, നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വന്ന നമ്മുടെ ശ്രീഹരി, സൈറ്റിന്റെ പ്രധാനമായിട്ടുള്ള രതീഷ്, പിന്നെ ഈ സുഹൃത്ത് സംഗമത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കൺവീനർ രാജ്കുമാർ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ നമ്മുടെ സുഹൃത്ത് ഈ സൈറ്റിന്റെ 3ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ 3 പുതിയ പ്രോജക്റ്റുകളാണ് ഇനാഗുറേഷൻ നടത്തുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റാണ് വെള്ളി വെളിച്ചം എന്ന നേത്രദാന പ്രോജക്റ്റ്. ഈ പ്രോജക്ടിന്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ച അല്ലെങ്കിൽ എന്റെ പേര് നിർദ്ദേശിച്ച സ്വാഗത സംഘ കമ്മിറ്റിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇതൊരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. കാഴ്ചയുടെ മഹത്വത്തെ പറ്റി നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. ഈ കണ്ണുകൊണ്ടാണ് മനുഷ്യൻ ഒരു 80% വിവരങ്ങളും അല്ലെങ്കിൽ നോളജും സമ്പാദിക്കുന്നത്. അപ്പം പൂർണ്ണമായ കാഴ്ചയില്ലാത്ത ഒരാൾ നമ്മളെക്കാൾ പൂർണ്ണ കാഴ്ചയുള്ള ഒരാളെക്കാൾ 80% പുറകിൽ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. കണ്ണില്ലാത്ത ഒരവസ്ഥയെ പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളെ പൂർണ്ണമായ വെളിച്ചത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇരുട്ടത്ത് ചെയ്യാൻ നമ്മൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുപോലെ കണ്ണില്ലാത്ത ഒരാൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ നിറങ്ങളും രൂപങ്ങളും ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ, ശബ്ദവും സ്പർശനവും കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഒരു വെളിച്ചം പകരുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു പുണ്യപ്രവൃത്തിയായി തന്നെ നമ്മൾ കാണണം. അതിന് കൂടുതൽ ആളുകൾ തയ്യാറാകണം. അതിനൊരു നല്ല വേദിയായി ഈ പ്രോജക്റ്റ് മാറണം. അപ്പം നമ്മുടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പ്രോജക്റ്റ് ഒരു വൻ വിജയമാക്കി തീർക്കണമെങ്കിൽ സുഹൃത്തിലെ എല്ലാ മെമ്പർമാരും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകണം. അതിന് ജില്ലാ യൂണിറ്റുകളിലും പ്രവാസി യൂണിറ്റുകളിലും ഒക്കെ കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിയാസ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് പദ്ധതിയുടെ ഉദ്ഘാടനം എൻഡോവന്മാർ നമ്പൂതിരി. മാഷാണെന്നുകൊണ്ടല്ല മൈക്ക് വിജയം പറക്കാൻ തുടങ്ങണം. മറ്റൊരു സംഗതി ഉള്ളത്, മാഷാണെന്നുള്ളത് കൊണ്ട് വലിയൊരു പ്രസംഗമൊന്നും പ്രതീക്ഷിക്കാത്ത കഴിഞ്ഞ ദിവസം എന്നെ രാജേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ പറയുകയും ചെയ്തു, രാജേട്ടൻ വിളിക്കരുത്, രാജേട്ടനോ ആവശ്യം മുമ്പാ അങ്ങനെ പറയരുത്. അപ്പൊ എന്തായാലും അങ്ങനൊരു വലിയൊരു പ്രസംഗമൊന്നുമില്ല. എന്നാലും നേരത്തെ നമ്മളുടെ വെള്ളി വെളിച്ചം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന സംഗതിയാണ്, കണ്ണുണ്ടായിട്ടും പലതും കാണാൻ പറ്റാതെ പോകുന്നവരാണ് നമ്മള്. പലതും കണ്ടിട്ടും കണ്ടില്ല നടിക്കുന്നവരാ. ആ ആവശ്യത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് ഒരുപാട് വലിയൊരു പങ്ക് നമുക്ക് വഹിക്കാനുണ്ട്. ആ ഒരു മേഖലയിൽ നമ്മുടെ സഹായധനം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ സുഹൃത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്. ശരിക്കും ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നിയൊരു സംഗതിയാണ്, നമ്മുടെ സുഹൃത്ത് എന്നുള്ള പേര് മാറ്റിയിട്ട് കുടുംബം എന്നാക്കണം. ഇത് ശരിക്കും സുഹൃത്തുക്കളല്ല, ഇതൊരു കുടുംബം. ഇവിടെ എല്ലാവരും ഇവിടെ ജാതിയും മതവുമില്ല, പ്രായമില്ല, ഏട്ടനും അനിയനും എല്ലാവരും ഉണ്ട്. ഇവിടെ ശരിക്കും കുടുംബം തന്നെയായിട്ട് ഇത് ഇങ്ങനെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സാന്നിധ്യം സമൂഹത്തിൽ അറിയിക്കാൻ പറ്റണം. നമ്മളുടെ ഒരു പ്രവൃത്തി അറിയുമ്പോൾ ഇത് സുഹൃത്ത് ചെയ്തതാണ്, ഇത് സുഹൃത്തിന്റെ അംഗങ്ങളാണ് എന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് വളരാൻ പറ്റണം. ആ ഒരു മേഖലയിലേക്ക് ആദ്യത്തെ ഒരു കാൽവെപ്പ് ആവട്ടെ ഈ ഒരു 3 പദ്ധതികളുടെ ഉദ്ഘാടനം എന്ന് ഞാൻ ആശംസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ ഒരു പദ്ധതി നിയാസ് എൻവയോൺമെന്റ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നതോടൊപ്പം എന്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ, എന്റെ ഭാഗത്ത് വലിയൊരു തുകയൊന്നുമായിട്ട് എനിക്കത് പറയാനില്ല. എന്നാലും എല്ലാ മാസത്തിലും ഒരു 100 രൂപ വെച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ എല്ലാവരും ഇതിൽ പങ്കാളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തിന്റെ എല്ലാ ഇവിടെ പങ്കെടുത്തതും പങ്കെടുക്കാൻ ഇനി എത്താൻ പറ്റാതെ പോയവർക്കും പ്രവാസികളായിട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു
വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായതിൽ അഭിമാനിക്കാൻ പാകത്തിന് നമുക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എനിക്ക് കിട്ടിയേക്കുന്ന പ്രമേയം റോഡ് അപകടത്തെ കുറിച്ചിട്ട് പറയാനാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും അല്ലെങ്കിൽ ഏതൊരു പ്രവണതയും ഇന്നല്ലെങ്കിൽ നാളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. റോഡ് അപകടങ്ങൾ ഇന്ന് ക്രമാതീതമായി വർദ്ധിക്കുന്നു. നിസ്സാര അപകടങ്ങളിൽ പെടുന്നവരും മണിക്കൂറുകളോളം റോഡിൽ രക്തം വാർന്ന് മരിക്കുന്നു. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. നിരവധി ജീവനുകൾ ഇങ്ങനെ പൊലിഞ്ഞിട്ടുണ്ട്. അപകടങ്ങളെ വാണിജ്യവൽക്കരിക്കാനും സോഷ്യൽ നെറ്റ്വർക്കിൽ അപ്ലോഡ് ചെയ്ത് കമന്റുകൾ വാരിക്കൂട്ടാനുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് മലയാളികളായ നമ്മുടെ ഇടയിൽ റോഡപകടങ്ങളിൽപ്പെട്ട് രക്തം വാർന്നു കിടക്കുന്ന ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിലും തിരക്ക് അയാളിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയും തന്റെ മൊബൈലിൽ ഒപ്പിയെടുക്കുന്നതിനാണ്. ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടായേ പറ്റൂ. ആ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് നമ്മളിൽ തന്നെയാണ്. അപകടത്തിൽ പെടുന്നവരെ സഹായിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം അപകടം നമുക്ക് വന്നു ചേരും എന്ന് നാം ഓർക്കണം. അപകടങ്ങളിൽ പെടുന്നവരെ സഹായിക്കുവാൻ തയ്യാറുള്ള മനസാക്ഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കൈകോർക്കാം. ഈ പ്രമേയത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളവർക്ക് പറയാം, ഇല്ലെങ്കിൽ കഴിച്ച് പാസ്സാക്കുക. സ്ത്രീ സഞ്ചാര സ്വാതന്ത്ര്യവും ചലന സ്വാതന്ത്ര്യവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും സമൂഹത്തിൽ പുതുതായി വളർന്നു വരുന്ന സദാചാര പുരുഷകാരും നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വ ശക്തികളും വിലക്കുകളും സമയപരിധിയും സ്ഥലപരിധിയും നിർണ്ണയിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പോരാട്ടവും നിയമപരിരക്ഷയും അനിവാര്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. കപടശാസ്ത്രവും അന്ധവിശ്വാസവും കൈവെടിഞ്ഞ് ശാസ്ത്രീയ ചിന്ത വികസിപ്പിച്ചെടുക്കുകയും ജാതിമത ശക്തികൾക്ക് അതീതമായി സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തോടെ സ്ത്രീകൾ പൊതുരംഗത്ത് ഇടപെടുമ്പോൾ മാത്രമേ പൂർണ്ണ വ്യക്തിത്വം കൈവരിക്കാനാവൂ. സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമായി കാണാതെ സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായി പരിഗണിക്കാനും പരിഹാരം കണ്ടെത്താനും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൈകോർക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വ്യാപിച്ചു വരുന്ന ഈ ലോകത്ത് സഹജീവിയായും സഹധർമ്മിണിയായും സഹപാഠിയായും സഹപ്രവർത്തകയായും സ്ത്രീകളെ അംഗീകരിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു പുതുതലമുറയെ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് കൈകോർക്കാം. കൊല്ലരുത്. വിരഹവും പ്രണയവും പറ്റില്ല, ബാക്കിയെല്ലാം ആയിക്കോട്ടെ. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഭാഗ്യം വെറൈറ്റി മാറ്റർ. ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രാഷ്ട്രീയ കൊലപാതകം. ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ സ്വാധീനം നേടിയെടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ജനപക്ഷത്തു നിന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോഴാണ്. തിളക്കമാർന്ന ആദർശങ്ങളും പ്രവർത്തന ശൈലിയും കൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം നേടേണ്ടതാണ് ഓരോ രാഷ്ട്രീയ സംഘടനയും അവരുടെ നേതാക്കളും. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ എതിർചേരിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കായികമായി നേരിടുന്നു, എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരും കൊലപാതക കേസുകളിൽ പ്രതിയായ തടവറയിലുണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല എന്ന തിരിച്ചറിവിൽ ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ പ്രമേയത്തിലൂടെ മുഴുവൻ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു. സോഷ്യൽ നെറ്റ്വർക്കിലേക്കുള്ള ഇന്ന് നമുക്കിവിടെ ഇങ്ങനൊരു ഒത്തുചേരലിന് അല്ലെങ്കിൽ സംഗമം നടത്തുവാൻ കഴിഞ്ഞ ഇന്റർനെറ്റ് എന്ന ഈ നവയുഗ മീഡിയയുടെ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ്. അതായത് ഇന്ന് ലോകം നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ സിറ്റിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സൈബർ ലോകം അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുടെ ദുഷ്പ്രവണതയ്ക്കെതിരെ
പ്രതികരിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനുമുള്ള ശക്തമായ മാധ്യമമാണ്. എന്നാൽ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള നിയമം വരുവാൻ പോകുന്നു. ഏതാനും ചില സോഷ്യൽ നെറ്റ്വർക്കുകളെ ദുരുപയോഗം ചെയ്യുന്നത് സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് മുഴുവൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ ഇടിയപ്പേടി ചെല്ലുന്നത് പോലെയാണ്. ഇത് ജനാധിപത്യ നിഷേധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഈ കടന്നുകയറ്റത്തിൽ ഈ സംഗമം പ്രതിഷേധം അറിയിക്കുന്നു. ഇപ്പോൾ മുഖാമുഖമാണ് അവതരണം ചുരുങ്ങാൻ. എല്ലാവരും വന്നിട്ട് അവരവരെ കുറിച്ച് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും അത്യാവശ്യം 2 വാക്കും പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം പോലെ സമയപരിധി ഉണ്ട്. പെട്ടെന്ന് മതി തുടങ്ങി. ഇവിടെ സന്നിധിയിലിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ ABCD അറിയാത്ത ഞാന് ലോക മലയാളികളുടെ IT പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടി ഇന്ന് ഇന്റർനെറ്റ് ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഞാനൊരു സ്വയം വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നു. റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ കള്ളത്തരങ്ങൾ മുഴുവൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്നതിൽ ഞാൻ ഇന്ന് ലക്ഷ്യം കണ്ടു. അതിന് നിങ്ങളെപ്പോലെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർ ധാരാളം എനിക്ക് പിന്തുണകൾ തന്നിട്ടുണ്ട്. എന്റെ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്. എനിക്ക് വൈകാട്ടികളായിട്ടുണ്ട്. എന്റെ ഗുരുനാഥന്മാരായിട്ടുണ്ട്. എന്റെ പേര് ചന്ദ്രശേഖരൻ നായർ എന്നാണ്. ഞാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് പേര് ഏതെടുക്കാം. കാരണം ഞാൻ പല പേരുകൾ സെർച്ച് ചെയ്തു. കൃഷിക്കാരൻ എന്നുള്ളത് കേരള ഫാർമർ എന്നുള്ള വാക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആളുണ്ട്. അതിന് യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കാരണം കേരളവും ഫാർമറും ഒന്ന് തന്നെ ഞാൻ തന്നെ കർഷകനാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അഭിമാനത്തോടുകൂടി ഞാൻ ഇന്നും പറയുന്നു. കേരള ഫാർമർ എന്നുള്ളതാണ് എന്റെ ഇന്റർനെറ്റ് നെയിം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോടാനുകൂടി എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. പേയാട് സ്വദേശിയാണ്. പല മാധ്യമങ്ങളും എന്നെ ഇന്ന് കവർ ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ബ്ലോഗുകളായി കാരണം സുഹൃത്തില് ഞാൻ ജൂനിയർ മെമ്പറൊന്നുമല്ല. എനിക്ക് സീനിയറിറ്റി വളരെ കൂടുതലാണ്. തുടക്കത്തിൽ തന്നെ ഞാനതിൽ വന്നു ചേർന്ന ഒരു അംഗമാണ്. എങ്കിലും ഞാൻ സൈലന്റ്. കാരണം എനിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയം ഇതിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും എന്നൊരു സംശയം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വിട്ടുതന്നത്. എങ്കിലും സുഹൃത്തിന്റെ മെയിലുകൾ എനിക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഞാനത് വായിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഇടപെടുന്നു. കാരണം മൊബൈലിൽ മലയാളം വായിക്കാം. കാരണം എന്റെ മൊബൈലാണെങ്കിൽ മലയാളം ഉണ്ട്. എനിക്ക് വായിക്കാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വേറെ സഹായം വേണ്ട. പക്ഷെ എന്നിരുന്നാലും ഞാനത് മുഴുവൻ വായിച്ചു. അത് 1-2 കമന്റ് ചെയ്തു. അതേപോലെ തന്നെ സുഹൃത്തിൽ ഇപ്പൊ ഞാൻ കുറച്ച് ബ്ലോഗുകൾ പബ്ലിഷ് ചെയ്തു. എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് കാരണം ഞാൻ ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പറയുമ്പോൾ ഒന്നുകിൽ ഒരു ജാതി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം അതിന്റെ പേര് എന്നോട് വഴക്കുണ്ടാക്കുന്നവരാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പം ഇതിന്റെ അച്ഛനും പറഞ്ഞതുപോലെ ജാതി മത കക്ഷി രാഷ്ട്രീയ ചിന്തകൾ ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്റെ ബ്ലോഗുകളുടെ കമന്റ്. ഞാൻ സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. 8 മാസമായി സുഹൃത്തിൽ ജോയിൻ ചെയ്തിട്ട് ജോലിക്കുട്ടി വരികയാണ്. ഇപ്പൊ ഒരു 4 മാസമായിട്ട് നല്ല ആക്റ്റീവ് ആണെന്ന് പറയാം. കമന്റ് 20 കഴിഞ്ഞു. പക്ഷെ എല്ലാ ശരിക്കളൊന്നുമല്ല. നോക്കിയാൽ മനസ്സിലാവും ചിലതൊക്കെ. അങ്ങനെയൊന്നല്ല. എന്നാലും കിടക്കും. 25,000 വെച്ച് കറക്റ്റ് 50 ദിവസം കഴിയുമ്പോൾ 50,000 വരും. കാരണം 500 കമന്റ്സ് വെച്ച് ഞാൻ ദിവസവും ആഡ് ചെയ്യാറുള്ളൂ. ഉറപ്പൊന്നുമില്ല. സൂട്ട് ചെയ്ത് വിട്ട് നിൽക്കുന്ന വേറെ ഒരു 4-5 മണിക്കൂർ മാത്രം. അതായത് രാവിലെ 7 മണിക്ക് ഷോപ്പ് തുറന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി 11 മണി, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 3 മണി. 6 മണി തൊട്ട് 7 മണിയുടെ വീട്ടിൽ ചെറിയ ജോലിയൊക്കെ ഉണ്ട്. കുടുംബമുണ്ട്. ഭാര്യ പ്രിയ, വൈഫ്, പിന്നെ മക്കളെ 2 പേരുണ്ട്. ഒരാൾക്ക് 10 വയസ്സായി, ഒരാൾക്ക് 1.5 വയസ്സായി. അങ്ങനെ പോകുന്നു. നല്ല സന്തോഷകരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും.
ചിത്രീകരിച്ച ഒരു കാർട്ടൂണാണ് ഓർമ്മ വരുന്നത്. ഈ കുഞ്ഞ് രതീഷ് ചേട്ടനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇത് ആരാണ്? ഗുരുജിയാണ്, വാ ഓരോരുത്തർ വാ ചെല്ലോടെ. നീ കുറച്ച് ഉറക്കെ പറഞ്ഞാ മതി, ഉറക്കെ പറ. എല്ലാരും അറിയണവരല്ല, അല്ലാത്തവരും ഇല്ലോ പറഞ്ഞല്ലോ. അങ്ങോട്ട് പറയാതെ കുറച്ചും പോന്ന് പോയാലുള്ളൂ, കുറച്ചും പോന്ന് പോയാലുള്ളൂ ഈ പറഞ്ഞ പോലെ. മൈക്കൊന്നും വേണ്ടേ? എന്നേലും പറയും ഞാൻ ജ്യോതിസ്, കൊല്ലം പരവൂരാണ് സ്ഥലം, ഡിസൈനറാണ്. ഇപ്പോൾ മൂവാറ്റുപുഴ ജോലി ചെയ്യുന്നു. തുടങ്ങിയതേ ഉള്ളു. അതുകൊണ്ട് അതോടെ കൂട്ടി കൂട്ടും എന്നാണ് എന്റെ വിശ്വാസം. അത് തന്നെ പറയുന്നത് തോന്നുന്നു. പിന്നെ കുറച്ചാളായിപ്പോ സജീവമായിട്ട് ഇല്ല സുഹൃത്തില്. സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം വരുമ്പോൾ എന്തായാലും സജീവമായി കാണും എന്ന് ഞാൻ പറയും, ഉറപ്പ് തരും. മണ്ണിര. എന്റെ പേര് MS ആനന്ദൻ, പത്തനംതിട്ട ജില്ലയിലെ തൊടുവിലെ മണ്ണീറ എന്ന സ്ഥലത്താണ്. മണ്ണീരയാക്കിയിട്ടുണ്ട്, ദയവായ മണ്ണീരയാണ്, മണ്ണീറയാണ്. പിന്നെ ഇപ്പോൾ പത്തനംതിട്ട ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഈ മെയ് മാസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം, സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറക്കാനാവാത്തൊരു മാസമാണ്. കാരണം ഈ മെയ് മാസത്തിലാണ് ഞാൻ സുഹൃത്തിൽ വന്നിട്ട് 1 വർഷം കഴിയുന്നത്. അതുപോലെ തന്നെ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് മെയ് മാസം എനിക്ക് മറക്കാനാവാത്ത ഒരു മാസമാക്കി തന്ന സുഹൃത്തിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്റെ പേര് ബഷീർ മലപ്പുറം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം ബഷീറായി ജോയിൻ ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ഇന്നുള്ളത് ബഷീർ ഏത് ബഷീറാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തുകാരായ മറ്റുള്ളവർ ക്ഷമിക്കുക, തിരിച്ചറിയാൻ വേണ്ടി ചെയ്താണ്. ഞാൻ സാധ്യതയിലും ജോലി ചെയ്ത് 2 ആഴ്ച ലീവിൽ വന്നതാണ്. അപ്പോൾ വളരെ ഒരു ഭാഗ്യമായി ഈ സമയത്ത് തന്നെ സംഗമം വെച്ചത്. 2 വർഷത്തിലധികമായി ജോയിൻ ചെയ്തിട്ടെങ്കിലും കഴിഞ്ഞ 1 വർഷത്തിലാണ് സജീവമായി ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് സൈറ്റുകളിൽ മെമ്പർഷിപ്പ് അതുപോലൊന്നും ആയിരിക്കും സുഹൃത്തെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് സുഹൃത്ത് അങ്ങനെയല്ല. അതുകൊണ്ട് മറ്റൊന്നും സജീവമാവാതെ സുഹൃത്ത് മാത്രം സജീവമാവാൻ കഴിഞ്ഞു. കുറച്ച് 1-2 മാസമായിട്ട് ഭയങ്കര തിരക്കിലായി ജോലി സംബന്ധമായിട്ട്. കുറച്ച് ജീവിതം കുറഞ്ഞിട്ട് ഒന്നുകൂടി സജീവമാവും. സുഹൃത്തിലെ ചുള്ളൻ ഇനി സത്യം പറഞ്ഞ നിർത്തണം. കഴിഞ്ഞ സംഗമത്തെ വന്നപ്പോൾ വയസ്സ് ഞാൻ പറഞ്ഞതാണ്. അല്ല, ഞാൻ സത്യം പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. എങ്ങനെ വിശ്വസിക്കാം? അപ്പൊ ഇനി പേരെ സത്യം പറയാൻ ഉദ്ദേശിക്കില്ല. പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയാണ്. ഇപ്പൊ അബുദാബിയില് ഒരു ചെറിയ ട്രിപ്പൊക്കെ കഴിയുന്നു. ചെറുതാ പഠിക്കുന്നത്. എന്തിനാ പഠിക്കണേ? ഒരു കുട്ടി 5ാം ക്ലാസ് പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹാരിസ് താഹ, മെജീഷ്യനാണ്. ഒരു മാജിക് കാണിച്ചു തരാം. കഴിഞ്ഞ 21 വർഷം കൊണ്ട് മാജിക് ഫീൽഡിലുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി സുഹൃത്തിൽ വന്നിട്ട്, കാരണം ഇവിടെ പലരും പറഞ്ഞ പോലെ ആദ്യമൊക്കെ എനിക്ക് സ്ഥിരം മെയിലുകൾ വരും. ആ പേജ് എടുക്കും,
വായിക്കാത്ത മെയിൽ മുഴുവൻ മാർക്ക് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഇതാണ് കുറെ കാണുന്ന പരിപാടി. സത്യം. ഇടയ്ക്ക് ദിവസം ചൂര വീട്ടിൽ കിടന്നപ്പോഴത്തേക്കും എന്താണ് ഇതിങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയതാണ്. പക്ഷെ അന്ന് ആദ്യം മുതൽ ഉണ്ടായിരുന്ന 1-2 പേര് ചാത്തനുണ്ട്. കാരണം ഒരാള് പിച്ച വെച്ച് കയറുമ്പോ അവനെ മാരത്തോൺ ഓടിക്കാൻ പഠിപ്പിക്കാനുള്ള ചാത്തൻ അത്രയും വലിയ കോച്ചാണ്. പിന്നൊരു എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരു കൊച്ചു മുനീറല്ല, നമ്മുടെ സുഹൃത്തിന്റെ വൈറസാണ് മുനീർ. കുറെ എന്താ പറയാ കൊച്ചു കുറച്ച് കലാകാരന്മാരും കലാകാരികളും സുഹൃത്തുക്കളുണ്ടാകുന്നു. മുന്നു മാത്രമല്ല, മുന്നും ഉള്ള ആളുകൾ. പക്ഷെ കാരണം എനിക്ക് പെട്ടെന്ന് പേര് ചർച്ചയിൽ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് ഞാൻ പോയിട്ട് അടുത്ത ചർച്ചയില്ല. കാരണം എനിക്ക് ആദ്യം ഒരാളാണ്. കാരണം ആ കുട്ടിയുടെ ബ്ലോഗുകളിലും ഒക്കെ വായിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനത് വീണ്ടും വായിച്ചിട്ട് എനിക്ക് ഞങ്ങളുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി. കാര്യം നേന എഴുതിയ ഒരുപാട് കാര്യങ്ങൾ അത് വീണ്ടും 2, 3, 4 ആവർത്തി വായിച്ചിട്ടാണ് ഞാൻ സുഹൃത്തിലേക്ക് ഞാൻ വരാനുള്ള ഒരു പ്രധാന കാരണം. ഇപ്പൊ എന്തായാലും ഇന്നിവിടെ വന്ന് എല്ലാരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്നലെ ഞാൻ മാജിക്കിനെ കല എന്നതിലുപരി ഒരു സന്ദേശ പ്രചരണ മാധ്യമമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വർക്കലയ്ക്കടുത്ത് വക്കം അബ്ദുൽ ഖാദർ എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട്. പലർക്കും അറിയാം, ജാത്തിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു. 26ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കൊലക്കയർ വെച്ചിട്ട് ഒരു എസ്കേപ്പ് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്, ഇന്നോട് പറഞ്ഞത് ഉറപ്പുള്ളത് കൊണ്ട് അത് സെപ്റ്റംബർ 15 മാറ്റി. കാരണം വിധി ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 17 അദ്ദേഹത്തെ തൂക്കിക്കുന്ന ദിവസമാണ്. അന്ന് ഞാൻ ആ സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ഞാൻ എത്തണം. കാരണം കൊലക്കാർ വെച്ചിട്ടുള്ള ഒരു എസ്കേപ്പാണ്. ഒരു ഞാൻ ചെയ്യുന്ന മിക്കാൻ വക്കത്തായിരിക്കും അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയാണ്. കാരണം കേരളത്തിന്റെ ഭഗത് സിംഗ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പക്ഷെ ആ ഒരു അറിയിക്കുന്ന പ്രാധാന്യം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ കൂടി. കാരണം മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം സ്വന്തം പിതാവിന് ഒരു കത്തെഴുതി. 8 പേജുള്ള ഒരു കത്താണ്. 6ാമത്തെ പേജ് എഴുതുന്ന സമയത്ത് ജയിലിൽ മണി 12 അടിച്ചു. അദ്ദേഹം എഴുതണം, അപ്പൊ ക്ലോക്കിൽ മണി 12 അടിക്കുന്നു. എന്റെ നാടകം അഭിനയിച്ചു തീർക്കുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. കാരണം അത്ര ലാഘവത്തോടു കൂടി മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ത്യാഗം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു പ്രയത്നത്തിൽ ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പദ്ധതികൾ എല്ലാം പറഞ്ഞു. ഈ പദ്ധതികൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുന്നു. പദ്ധതികളായിട്ടല്ല, മാജിക്കിലൂടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ മാജിക്കിലൂടെ പറയും. ഇതാണ് എന്റെ രീതി. ആ രീതി ഇന്നും തുടർന്നു പോകുന്നു. കാരണം എനിക്ക് സുഹൃത്തിൽ അവകാശപ്പെടാൻ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, സുഹൃത്തിന് ആദ്യത്തെ മജീഷ്യനാണ്. 2, സുഹൃത്തിന് ആദ്യമായിട്ടൊരു ഫാൻസ് അസോസിയേഷൻ എനിക്കുണ്ടായിരുന്നു ചാത്തൻ. അപ്പൊ സുഹൃത്തിന് ഫാൻസ് അസോസിയേഷനും ഉണ്ട്. കാരണം അത് കണ്ടിട്ട് ഇപ്പൊ നാട്ടിൽ 1-2 പേര് എനിക്കുള്ള സപ്പോർട്ടിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കൊടുത്തിട്ടുണ്ട്. കാരണം പല വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എനിക്ക് 18 വയസ്സായിട്ട് തന്നു. അത് എന്നും ചോദിക്കുന്നത് ഞാൻ പറയില്ല. അതും പറഞ്ഞു. അതൊരു മെയ് 27-നാണ്. 30 വർഷം മുമ്പ്. അതൊരു മെയ് 27-നാണ്. അതായത് നാളെ എന്റെ പിറന്നാളാണ്. എത്രാമത്താണെന്നോ? 18. അല്ല, താങ്ക് യു. അപ്പൊ എന്തായാലും മിക്കവാറും ഈ ഒരു വർഷം കൂടി മാത്രമേ നാട്ടിലിങ്ങനെ. കാരണം ഇങ്ങനെ ജീവൻ മണ വെച്ച് കളിക്കുന്നത് വീട്ടുകാരെല്ലാം പണിയാണ്. വീട്ടുകാർ മുഴുവൻ വന്ന് മമ്മിയെ കുറവുള്ളത് മുഴുവൻ പറഞ്ഞു പോകും. നിങ്ങളാണ് അവരെ ചള്ളാക്കുന്നത്. വീട്ടുകാരുള്ള നാട്ടുകാരടക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ അറിയാൻ പറ്റും. മജീഷ്യൻ ഹാരിസ് ആണ്. എസ്കേപ്പുകൾ ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവസാനത്തെ എസ്കേപ്പ് സെപ്റ്റംബർ 17-നാണ്. എന്റെ അവസാനത്തെ എസ്കേപ്പ് അല്ല, മാജിക്കിൽ ഞാൻ ചെയ്യുന്ന അവസാനത്തെ എസ്കേപ്പ് ആയിരിക്കും. അല്ല, കാരണം വീട്ടുകാർ പണിയൊന്നും തുടങ്ങി. അത് മാത്രമല്ല, ഇനിയിപ്പോ അടുത്ത ഒരു ജോബിനായിട്ട് ആസ്ട്രേലിയയിലേക്ക് പോകാനുള്ള എല്ലാവരും നിൽക്കുകയാണ്. ഞാൻ കയറിയെങ്കിലും ഇപ്പൊ അവിടെ സമരമായി. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ ഒരാഴ്ച സമരമായി. അതുകൊണ്ട് തൽക്കാലം ഓസ്ട്രേലിയക്കാരെ രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും മരം ഒരു വരം എന്നൊരു സാധനം 2008 ആഗോള താപനത്തിന് മരമാണ് മറുപടി എന്ന മെസ്സേജിന് വേണ്ടി ലോകത്തിൽ ആദ്യമായി ഒരുമിച്ച് ഒരു സന്ദേശ പ്രചരണത്തിൽ 2 എസ്കേപ്പ് അണ്ടർഗ്രൗണ്ട് ഫയർ എസ്കേപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഞാൻ കാണിച്ചു തരാം. പിന്നെ നേരത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അക്ഷരം പഠിക്കൂ എന്ന ഒരു ബെഞ്ച്. കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ ചെയ്ത് ഞാൻ ഇത് കഴിയുമ്പോൾ സുഹൃത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ മനസ്സ് തന്നെയാണ് സുഹൃത്ത് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. താങ്ക്സ്. ചുന്ദരനെ കൊടുക്കണം. എന്റെ പേര് പ്രദീപ്. എന്റെ സ്ഥലം കൊല്ലം പുനലൂരാണ്. ചുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. നീ ചുന്ദരൻ തന്നെ, ഒരു വ്യത്യാസമില്ല. ചുന്ദരൻ തന്നെ. സുഹൃത്തില് വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പോ ഇടയ്ക്ക് ഒരു 3-4 മാസം സുഹൃത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. മറ്റൊന്നുകൊണ്ടല്ല, കുറച്ച് പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇനി വീണ്ടും പഴയതുപോലെ തന്നെ വീണ്ടും നല്ല ഉഷാറായിട്ട് തിരിച്ചു വരും. അത്രേ പറയുന്നുള്ളൂ. കാരണം കാലൊടിക്കും. നമസ്കാരം. ആയിക്കോട്ടെ. എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിലെ അഴീക്കോട്. സുഹൃത്തിൽ അറിയപ്പെടുന്നത് ബീരാനാണ്. ഞാൻ പറഞ്ഞല്ല, ചാത്താനിട്ട പേരാണ് ബീരാനിക്കാണ്. ഇപ്പൊ വേറെ പോവാൻ തിരക്കില്ലോണ്ട് ഞാൻ പിന്നെ പഞ്ചപോകാം. ആദ്യമായി നമുക്ക് ഇങ്ങനെ ഒരു വേദി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടെ ആക്റ്റീവായിട്ട് നമ്മളെ അറിയപ്പെടുന്ന നമ്മുടെ ചാത്തൻ ഹരിചാരണം, പിന്നെ വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ എല്ലാ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ എന്റെ പേര് മനു എന്നാണ്. പണശ്ശേരി മാമന് പറയാം. ചൂണ്ട എല്ലാവരും ചൂണ്ടാന്ന് പറയുന്നത് ചൂണ്ടാന്ന് വെച്ചാൽ പലതുണ്ട്. അത് പിന്നെ അപ്പൊ എല്ലാവരും പറയും ചൂണ്ട കൊണ്ടുവന്നിട്ട് ഇവിടെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാനും വലിയ കാരണന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കാണാൻ കിട്ടുന്ന അവസരമാണ്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. എല്ലാവർക്കും പറഞ്ഞ ജോലിയുണ്ട്, തിരക്കുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മളെല്ലാവരും ഇതിനു വേണ്ടി മാറ്റി വെക്കാം. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ചെല്ലടേ രതീഷേ, രതീഷ 6 മണിക്കൂർ കഴിഞ്ഞിട്ടാ അപ്പോഴേ തോന്നേ. സ്ഥലം കോഴിക്കോടാണ്, കോഴിക്കോട് വടകര. പിന്നെ സുഹൃത്തില് സജീവമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. അത് എന്റെ സുഹൃത്തായിരുന്നു ഷിബിൻ ദാസ്. പിന്നെ എന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ 30-ാം തീയതി ഖത്തറിലേക്ക് പോകാൻ അതിന്റെ ഒരു തിരക്കിലായിരുന്നു. എല്ലാവിധ ആശംസകളും. ഒന്ന് പോടാ. സോഷ്യൽ നെറ്റ്വർക്കിൽ എന്റെ പേര് അബൂ സാബിത്ത് എന്നാണ്. എന്റെ റിയൽ നെയിം സുഹൈൽ എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലടുത്ത്. ആദ്യം അബുദാബിയിലായിരുന്നു. ഇപ്പൊ ക്യാൻസൽ ചെയ്തു വന്ന് നാട്ടിലുണ്ട്. കുറച്ചു കാലം ഇവിടെ നാടിന്റെ കഷ്ടകാലം. ഭാര്യ 2 കൊച്ചുങ്ങളുണ്ട്. വീട്ടുകൾ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഇത്രയും മാത്രം പറയുന്നു. സമയക്കുറവ്. ഗുരുജി കള്ളത്തരം പറയുന്നത് ബാക്കി എന്താണ് പറഞ്ഞു? വാഴത്തെ കള്ളത്തരം പറയുന്നത്. മീശ മുളയ്ക്കാത്തതാണ് ഏറ്റവും കൂടുതൽ മീശയും താടിയുള്ള ഒരാളുടെ പണം പ്രൊഫൈലിൽ. വരച്ചാ മതി. അതാണ് കുറച്ച് രാത്രി വാങ്ങിത്തേക്ക് മനസ്സിലാക്കി മുളക്കട്ടെ. തുടങ്ങോട് പേര് പറ. ഗുരുജി കള്ളൻ